കഴിഞ്ഞ ദിവസമേ ഞാൻ ഈ കാരയ്ക്ക് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നാന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ പഴുത്ത കാരയ്ക്ക് കാണിച്ചായിരുന്നു. ഇന്ന് ഞാൻ പച്ച കാരയ്ക്കാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്കൊന്ന് ഉപ്പിലിടണം കേട്ടോ. അപ്പോൾ ഉപ്പിലിടാനായിട്ട് ഞാനിതെല്ലാം കഴുകി വൃത്തിയായിട്ട് വെച്ചേക്കുകയാണ്. ഇതിൽ ഇതുപോലെ നമ്മൾ സാധാരണ മീനിനൊക്കെ നമ്മൾ വറുക്കാൻ നേരത്തെ ഇങ്ങനെ വരിഞ്ഞു കൊടുക്കത്തില്ലേ, അതുപോലെ ഒന്ന് ജസ്റ്റ് വരിഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഉപ്പിലിടാൻ. എന്നാൽ മാത്രമേ ഇതിൻ്റെ ദശയ്ക്കകത്തൊക്കെ ഉപ്പൊക്കെ പിടിച്ച് മുളകൊക്കെ പിടിച്ച് നല്ല മുളകല്ല എരിവ് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ അന്ന് വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് അമ്പഴങ്ങയാണോ. ഇത് അമ്പഴങ്ങ അല്ല കേട്ടോ, ഇത് കാരയ്ക്ക. അമ്പഴങ്ങ വേറെ സാധനമാണ്, ഇത് വേറെയാണ്. അങ്ങനെ ഞാൻ ഇത് മുഴുവനും വരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള കുറച്ച് കാന്താരി മുളക് വേണ്ടായോ. അപ്പോൾ നമുക്ക് കാന്താരി മുളകും കൂടെ പറിച്ചിട്ട് വന്നിട്ട് ഉപ്പിലിടാവേ. നമുക്കൊരു കാന്താരി ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. നല്ല മഴയായിരുന്നു ഇത്രയും നേരം, ഇവിടെ എല്ലാം വെള്ളം കെട്ടിക്കിടക്കുക. എന്നാലും നമുക്ക് കാന്താരി പറിക്കാവേ. മോൻ വിഴുന്നും കിടന്നു നോക്കിയാ വീഡിയോ എടുക്കുന്നത്. മഴയത്ത് തറയിൽ ഇറങ്ങാൻ മടിച്ചിട്ട് സ്റ്റെപ്പേ തന്നെ നിന്നുകൊണ്ട് വീഡിയോ എടുക്കുക കേട്ടോ. ഇവിടെ നമുക്ക് പഴുത്ത കാന്താരിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ കുറേ. ഇച്ചിരി ഒരു മഴ തോർന്നപ്പോഴാണ് ഞാൻ കാന്താരി പറിക്കാൻ ഇറങ്ങിയതേ. അപ്പോഴത്തേക്ക് വെയിലുമായി. അധികം കിട്ടിയില്ല, ഇച്ചിരേ കിട്ടിയുള്ളൂ. മതി നമുക്ക് തൽക്കാലം. ബാക്കിയെല്ലാം തീരെ പൊട്ട. അതവിടെ നിന്നോട്ടെ, അടുത്ത് നമുക്ക് എന്തെങ്കിലും ഇടാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം നമുക്ക് കാരയ്ക്ക ഉടനെ തന്നെ കടിക്കാനാണെങ്കിൽ ഈ വെള്ളത്തിനകത്തോട്ട് നമുക്ക് ഈ കാരയ്ക്ക മുഴുവനും ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം. അല്ല നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതിയെങ്കിൽ ഇതുപോലെ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഓഫ് ചെയ്തിട്ട് കുറച്ചൊന്ന് തണുത്തിട്ട് നമുക്ക് കാരയ്ക്ക് ഉപ്പും ഒക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ എടുക്കാവേ. അങ്ങനെ നമ്മുടെ കാരയ്ക്ക ഇവിടെ റെഡിയാണ്. തിളച്ച വെള്ളം ഇവിടെ റെഡിയാണ് കേട്ടോ. വെള്ളം ഇച്ചിരി തണുത്തിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഉടനെ ഇത് കഴിക്കാനല്ല, ഒരാഴ്ച കഴിഞ്ഞാലും സാവകാശമുണ്ട്. അതുകൊണ്ടാണ് ഇച്ചിരി തണുത്തിട്ട് ഇടാന്ന് ഓർത്ത്. അല്ലാതെ ഉടനെ നമുക്ക് ഉപയോഗിക്കാനാണെങ്കിൽ കാരയ്ക്ക തിളച്ച വെള്ളത്തിനകത്ത് തന്നെ ഇട്ട് ഇച്ചിരി നേരം തിളപ്പിച്ചാലും കുഴപ്പമില്ല കേട്ടോ, ഉപ്പും കൂടെ ഇട്ടിട്ട്. ഇത് ഞാൻ ജസ്റ്റ് തണുപ്പിച്ച വെള്ളമാണ്, തണുത്തിട്ടില്ല. ഇച്ചിരിയും കൂടെ. അപ്പം നമുക്ക് കാരയ്ക്ക ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ മറന്നുപോയി, ഇടയ്ക്ക് നമ്മുടെ ഈ പറിച്ച് വെച്ചേക്കുന്ന കാന്താരി മുളകും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിന് കുറച്ച് ദിവസം കൂടുതൽ ഇരിക്കണമെങ്കിൽ വിനാഗിരി ഒഴിച്ചാലാണ് നല്ലത്. കേടാകാതെ പൂപ്പലൊന്നും പിടിക്കാതെ ഇരിക്കും. തേടാ ഞാൻ കാന്താരി ഇട്ട് കൊടുത്ത്, പച്ചമുളകായാലും കുഴപ്പമില്ല. പിന്നെ ഇച്ചിരി ഏറെ തന്നെ നമുക്ക് എന്താ വേണ്ട, ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ 2 കുപ്പിയിൽ നിറച്ച് നമ്മുടെ കാരയ്ക്ക ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഉപ്പിലിട്ടത്. ഒരു 3/4 ഭാഗം നമുക്ക് വെള്ളം ഒഴിക്കാം, ബാക്കി നമുക്ക് വിനാഗിരി ഒഴിക്കാം കേട്ടോ. അപ്പോൾ എത്ര നാൾ വേണേലും നമുക്കിത് കേടുകൂടാതെ ഇരുന്നോളും. ഇതിന് ഞാൻ ഓൾറെഡി ഉപ്പിട്ടതാണേ, ഇതിനും കൂടെ ഉപ്പിടാം. വേറെ ഒന്നുമില്ല, പണിയൊന്നുമില്ല. ഇനി ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യണം, അത്ര തന്നെ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അച്ചാറല്ലല്ലോ, ഉപ്പിലിട്ടത് സെറ്റായി കിട്ടും കേട്ടോ. ഇടയ്ക്ക് വേണമെങ്കിൽ എടുത്തൊന്ന് കുലുക്കി കൊടുക്കാവേ. അപ്പോൾ റെഡി ആയിട്ട് ഞാൻ ഇനി നിങ്ങളെ കാണിക്കാം. എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.